എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 1-ാം തീയതിയായിട്ട് ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞു പോയ എന്താണെന്നറിയാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. 1-ാം തീയതി ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണല്ലേ ബിരിയാണി. ചോറുണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് കറികളൊക്കെ ഉണ്ടാക്കി കുറേ സമയം അങ്ങ് പോകും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരാളും ഓരോ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ഒരാൾ, ചിക്കൻ കഴുകാൻ ഒരാൾ, പിന്നെ തേങ്ങ ചിരകാൻ ഒരാൾ, അങ്ങനെ പലരും പലതും ആയിട്ട് പോയിട്ടുണ്ട്. പാചകം പിന്നെ നമ്മളാണല്ലോ. എനിക്ക് ആദ്യം ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എപ്പോൾ ഉണ്ടാക്കിക്കഴിഞ്ഞാലും ഒന്നുകിൽ ചോറ് കുഴഞ്ഞു പോവും, അല്ലെങ്കിൽ ചിക്കൻ വെന്തുടഞ്ഞു പോവും. അങ്ങനെ 2 രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ടെക്നിക്ക് പഠിച്ചെടുത്ത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ കറക്റ്റായിട്ട് കൂടി പോവാതെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ വറുത്തിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ, ചോറ് വറുത്തിട്ട് എടുക്കുമ്പോഴാണെങ്കിൽ അധികം കുഴഞ്ഞു പോവില്ല. അതൊക്കെ ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചാണ് കേട്ടോ. യൂട്യൂബായിരുന്നു ആദ്യം എൻ്റെ സഹായി. യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പാചകമൊക്കെ. ഇവിടുന്ന് പോകുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. കല്യാണം കഴിച്ച് അവിടെ എത്തിയപ്പോൾ ഞാൻ മേലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പണി എടുക്കാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ വായെന്ന് അന്നേരം ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വെറുതെ ഒന്നും ഇരിക്കില്ല കേട്ടോ, എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ അമ്മായിയമ്മ എല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം പുള്ളിക്കാർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ അമ്മ എന്നെ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ ഞാൻ അവിടുന്ന് എല്ലാം പഠിച്ചെടുത്തു. അപ്പോൾ നമുക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാം അറിയട്ടോ. ടേസ്റ്റ് വൈസും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിന്ന് ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ എങ്ങോട്ടെങ്കിലും പോയോ? ഇവിടെ ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാണ്. എനിക്കെന്തോ പകലങ്ങനെ ഉറക്കം വരാറില്ല. അങ്ങനെ ഉറങ്ങി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഇരുന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഒന്ന് ഇടട്ടേന്ന്. അപ്പോൾ വോയിസ് ഓവറെല്ലാം കൊടുക്കുമ്പോൾ ആരെ ശല്യമില്ലാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് വോയിസ് ഓവർ കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഗായ്സ്. എന്താണെന്നറിയോ, നമ്മളെ വ്യൂസ് ഉണ്ട് നമുക്ക്, പക്ഷേ വ്യൂ ചെയ്യുന്ന എല്ലാവരും ഒന്നും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്.